വിറക് വെച്ച് അടുപ്പിൽ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ചോറും കറിയും ഉണ്ടാക്കുന്നു. കേക്ക് കട്ട് ചെയ്തേനോ? ഇതുകൊണ്ടോ മുഖത്തൊക്കെ വാരി തേച്ചിട്ടുണ്ട്. ഹായ് പോലിയ. സുഹൃത്തുക്കളെ, എനിക്കൊരു ലോറി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോറിയിലാണ് ഉള്ളത്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ അത്തരിയിലേക്കാണ്, നമ്മളെ നേപ്പാളിലെ അത്തരിയിലേക്ക്. ഞാൻ വന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ ചെക്കിങ് എന്തോ ഉണ്ട് തോന്നുന്നു. ചെക്കിങ് അല്ല, വണ്ടിക്കാർ ചായ കുടിക്കാൻ നിർത്തിയത് തോന്നുന്നു. ഹോട്ടലൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ വണ്ടി എന്തോ ചെക്കിങ് ഉണ്ട് തോന്നുന്നു. ചെറിയൊരു ചെക്കിങ് ആണ്. എൻ്റെ ലഗേജൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ സൈഡിലെ ചായക്കടകളാണ്. എന്താ വെച്ചാൽ ലോറിക്കൊക്കെ ടാക്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബോർഡർ ഏരിയകൾ വരുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം. ഇവിടെ വലിയൊരു ആർമീൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, ഇന്ത്യൻ ആർമീൻ്റെ. അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഞാൻ എന്തിനാണ് അത്തരയിലേക്ക് പോകുന്നത് കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ചായ് പിയേ ചെക്കിങ് ടീക്ക് ദോടെ വണ്ടി ഇത് ചെക്കിങ് ഉണ്ട് കേട്ടോ. ചെക്കിങ് നമ്മളെ പോലീസുകാരുണ്ട് അവിടെ. എൻ്റെ സ്റ്റിക്ക് കണ്ടോ? കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എന്താണ് വാഹനത്തിൽ കയറുന്നത്. എന്തിനാ വിചാരിച്ചാൽ എൻ്റെ ബാഗ് ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ നൂല് മൊത്തം ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇന്ത്യയിൽ പോയാൽ മാത്രമാണ് വാറണ്ടി കിട്ടുക, ചേഞ്ച് ചെയ്ത് കിട്ടുക. അപ്പോൾ അത്തരയിൽ പോയി ഒരു മലയാളി ദീദിയും അവരെ ഹസ്ബൻഡും ഉണ്ട്. അവരെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അവിടുന്ന് വേണം എനിക്ക് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി. അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ വേണ്ടിയിട്ടാണ് അത്തരയിലേക്ക് പോകുന്നത്. ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വണ്ടി വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ആർമീൻ്റെ ബേസ് ക്യാമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ആർമീൻ്റെ നേപ്പാൾ ആർമി ബേസ് ക്യാമ്പാണ് ഈ കാണുന്നത്. അവിടെ എന്തോ കുട്ടികളുടെ ട്രെയിനിങ്ങും കൂടിയുണ്ട്. ഇനി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പം അത്യാവശ്യം വലിയ വലിയ സ്ഥലങ്ങളാണ് വരുന്നത്. അതായത് ഈ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെയൊക്കെ കണ്ടോ, നേപ്പാൾ ആർമിക്കാരാണ്. നേപ്പാൾ ആർമിയും ട്രെയിനിങ്ങിനുള്ള കുട്ടികളാണ് കേട്ടോ. എന്തോ ട്രെയിനിങ്ങിനുള്ള കുട്ടികളാണ്. ഇതൊക്കെ ആർമി പേഴ്സൺ ആണ് കേട്ടോ. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ നേപ്പാൾ ആർമിക്കാരാണ്. ആർമീൻ്റെ ബേസ് ക്യാമ്പിലൊരു വലിയ സ്ഥലമാണ്. ഈ ലൊക്കേഷൻ നാം ക്യാ അങ്കിൾ? अंकल लोकेशन नाम क्या है? लोकेशन ये क्या है बोलो? हाँ नहीं इसका लोकेशन नाम ഡഡൽതുര ജങ്കടി. ടീക്ക് ഡഡൽതുര എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലത്താണുള്ളത്. അത്തരിയ ടീക്ക് ഡഡൽതുര. അതായത് ഡഡൽതുര ഡിസ്ട്രിക്റ്റിലെ പ്രോപ്പർ ഡഡൽതുര സിറ്റിയിൽ നിന്നും 5 കിലോമീറ്റർ പോയാലുള്ള ഷൗലി ഗ്രാമപ്രദേശത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താ വിചാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ് അങ്കിളിനോട് ചോദിച്ചത്. ഞാൻ അവിടെയാണല്ലോ നിന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓയിലിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഏകദേശം ബുഡാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിനടുത്തായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഗ്രാമവാസികൾ പോകുന്നുണ്ട് പശുവിനെയും കൊണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം വലിയ ലോറികളൊക്കെ വന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാം ലോറിക്കാരൊക്കെ വന്ന് ചായ കുടിക്കുന്നൊരു ഇടമാണെന്ന്. ഈ ഒരു കട കണ്ടോ, കളിമണ്ണ് കൊണ്ടാണ് ഈ ഒരു കട നിർമ്മിച്ചിരിക്കുന്നത്. കളിമണ്ണും പാറക്കല്ലും ചെളി കുഴച്ചാണെന്നും പറയും, ഇല്ലെങ്കിൽ കളിമണ്ണെന്ന് ഞാൻ പറയുന്നതാണ്. കടകളൊക്കെ കണ്ടോ, ഓരോരോ ചായക്കടകളാണ് ഗ്രാമത്തിലെ. ഇതാണ് ഞാൻ വന്ന ടാങ്കറാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഓയിൽ കൊണ്ടുപോകുന്നതാണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ. പുള്ളിക്കാരൻ അത്ര പരിചയപ്പെട്ടിട്ടില്ല. വീഡിയോ എടുക്കുന്നതിൽ എന്താണ് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. വീഡിയോ എടുക്കുന്നതിലല്ല, പുള്ളിക്കാരൻ്റെ ഫേസ് കാണിക്കുന്നതിൽ എന്തോ ഒരു മടി പോലെ തോന്നിയുകൊണ്ടാണ് പുള്ളിക്കാരനെ പരിചയപ്പെടുത്താത്തത്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ യാത്രയിടയിൽ പുള്ളിക്കാരൻ സൗഹൃദപരമായി സംസാരിക്കുകയാണെങ്കിൽ. ഇതാണ് ഞാൻ വന്ന വണ്ടി. ഇവിടെ എത്ര ലോറിയാണെന്ന് നോക്കിയാൽ ഇവിടെ വണ്ടി കഴുകുന്നുണ്ട്. എന്തായാലും ഈ ലോറിയൊക്കെ ഈ ഒരു മല കയറി ഇറങ്ങുമ്പോൾ ഈ വണ്ടീൻ്റെ ടയറിൻ്റെയൊക്കെ പരുവാകും കേട്ടോ. റോഡെന്ന് പറഞ്ഞാൽ പൊട്ട റോഡുണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ കണ്ടോ ചായക്കടകളാണ്. അതിലൊരു എന്താ രസമല്ലേ കാണാൻ വേണ്ടി. കടയൊക്കെ ഒരു പഴയ രീതിയാണെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട് കടകളൊക്കെ കാണാൻ വേണ്ടി. മരവും ചെളിമണ്ണ് പാറക്കല്ലൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ കടകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ കണ്ടോ, കൂടുതലുമായി ഇവിടെ കാണുന്നൊരു ടൈപ്പ് മരങ്ങളാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. എൻ്റെ ലഗേജൊക്കെ ആ വാഹനത്തിലാണ് ഉള്ളത്. പുള്ളിക്കാരനും കൂടി വന്നിട്ട് ഇറങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കടേൻ്റെ മുമ്പിൽ കണ്ടൊരു പട്ടിയാണ്. നോക്കി ഇതിൻ്റെ ഫാക്റ്റ് കണ്ടോ. നോർമലി നായിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നാടൻ നായി എന്നൊക്കെ പറയാറില്ലേ, അതേപോലത്തെ ഒരു നായിയാണ്.
ഈ കടയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കൊടുക്കും. അത് മാത്രമല്ല തണുപ്പുള്ള മേഖലയല്ല, നല്ല തണുപ്പാണ്. എക്സ്ട്രീം കോൾഡ് ലൊക്കേഷനാണ്, കൈ കണ്ടാൽ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ നായ്ക്കൾക്കും അതിൻ്റേതായ രോമങ്ങൾ ഉണ്ടാകും. ഇവർ സാധനം അടിപൊളിയായിരിക്കും. നോക്കിയേ, ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കൂടെ കൂട്ടിയാൽ സെറ്റായി കേട്ടോ. പിന്നെ ഒന്നിനും വേണ്ട, ഈ ഒരു നായിനെ കൂടെ കൂട്ടിയാൽ റെഡിയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ യാത്ര ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും, കുറച്ച് റിസ്ക്കിയാണ്. എൻ്റെ യാത്ര നടന്നു പോകുമ്പോൾ അപൂർവം കിട്ടുന്നൊരു ഭാഗ്യമാണിത്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോയി. ഇന്ത്യയിൽ പറഞ്ഞാൽ നേപ്പാളും ഉത്തരാഖണ്ഡും അത്ര അടുത്താണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ചിന്തിക്കുക അതങ്ങനെ എത്ര പെട്ടെന്ന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായും വളരെ സിമ്പിൾ കാര്യമാണ്. അത്രേ പോയി മേനഗർ പോയാൽ തൊട്ടടുത്ത് എന്താണ് ടണക്പൂറാണ്. അവിടുന്ന് ഡയറക്റ്റ് ഡെറാഡൂണിൽ പോയിട്ട് വേണം എനിക്ക് കമ്പനി ഡിക്കാത്ലോണിൻ്റെ സ്പോർട്സ് കമ്പനി ഉള്ളത് ഉത്തർപ്രദേശും ഡൽഹി വേൾഡ് വൈഡ് മൊത്തമുള്ള കമ്പനിയാണ്. പക്ഷേ എനിക്ക് എളുപ്പം ഡെറാഡൂണിൽ പോകാനാണ്. അവിടെ പോയിട്ട് ഈ ബാഗ് സത്യം പറഞ്ഞാൽ അവരുടെ ഷോപ്പിലില്ല. പക്ഷേ ഞാൻ ഒന്നെങ്കിൽ റീഫണ്ട് അപേക്ഷിക്കും, ഇല്ലെങ്കിൽ എന്താണ് ഈ ബാഗിൻ്റെ ചെറിയൊരു ബാഗ്, ഒരു 10 ലിറ്റർ കുറഞ്ഞൊരു ബാഗ്, 100 ലിറ്ററാണ്, 90 ലിറ്ററിൻ്റെ ബാഗ് അവിടെ ഉണ്ട്. ഞാൻ അവരെ ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ കാണുന്നുണ്ട്. വേറെന്ത് ഇഷ്യൂ വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവർ പറ്റിക്കാൻ നോക്കും കമ്പനിക്കാർ. എങ്ങനെ ഒരു കസ്റ്റമറിനെ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുക. ഈ ബാഗ് ഉണ്ടോ, നിലവിൽ ഞാനിപ്പോൾ തുന്നി വെച്ചിട്ടാണ് ഉള്ളത്. സത്യം കണ്ടോ, തുന്നി വെച്ചിട്ടാണ് ഉള്ളത്. തുന്നിയിട്ടാണ് ഇപ്പം ഞാൻ എടുത്ത് നടക്കുന്നത്. മുന്നോട്ടുള്ള നടന്നുള്ള യാത്രയിൽ ഈ ബാഗ് തുന്നിയുണ്ടോ, തുന്നി വിട്ടതുകൊണ്ടാവില്ല. ഈ തുന്നി ഇളക്കി കളഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. എന്തായാലും അത്രേ ഫസ്റ്റ് എത്തണം. അത് ഈ ലോറി അവിടെ എത്തണ്ടേ, സമയം എടുക്കും. 4 മണിക്കൂറോളം യാത്ര ചെയ്യണം. അത്രയിൽ എത്തിയിട്ട് നമ്മൾ അങ്കിളിനെയും ആ ദീദീനെയൊക്കെ കാണിക്കാൻ പറ്റുമോ നോക്കാം. അവരെ വീട്ടിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ബാഗ് മാത്രം എടുത്ത് ഞാൻ ഇന്ത്യയിലേക്ക് പോയിട്ട് തിരിച്ച് വരേണ്ട ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. ഒരു ബാഗ് എവിടെയുണ്ട്, ഇതുണ്ടോ, നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് ഈ ഒരു ഭാഗത്ത്. എന്തായാലും മെല്ലെ മെല്ലെ യാത്രയിലുള്ള കാര്യങ്ങളും അവിടെ എത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ജയങ്കിൾ ഹായ് പോലിയേ. ഞാൻ പറഞ്ഞല്ലോ, അത്തരയിൽ എനിക്കൊരു അറിയുന്ന ഫാമിലി ഉണ്ട്. സംഗീത ദീദി മലയാളം സംസാരിക്കും. സംഗീത ദീദിൻ്റെ ഹസ്ബൻഡാണ് ഈ കാണുന്നത്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നമ്മളെ ബാഗിലേക്ക് വെക്കുവാണ്, ഈ ഒരു ബാഗിൽ നിറച്ച് വെക്കുവാണ്. എന്നിട്ട് ഈ 4 ബാഗ് എടുത്തിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത്. എന്തിനാ വിചാരിച്ചാൽ വാറണ്ടിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. സാധനങ്ങൾ മൊത്തം ചാക്കിലാക്കി അങ്കിളിൻ്റെ റൂമിൽ വെക്കുവാണ്. അങ്കിൾ ക്യാ പോലിയേ? क्या? अच्छा बढ़िया है, बढ़िया अच्छा है. अब ये हम यहाँ पैक करके इसको सेफली रखेंगे. सेफली है, हाँ सेफली होगा. ठीक है. संजय दीदी भी आएगी स्कूल से. സംഗീത ദീദി സ്കൂൾ में जाना है. वो स्कूल में अभी आएगी वो. ठीक है. അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ആവശ്യമില്ലാത്ത कर देगी संगीता दीदी आने के बाद. ടീക്ക് അങ്കിൾ. അതായത് എന്നെ നല്ലപോലെ എനിക്ക് സേഫാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. നേപ്പാളിൽ എനിക്ക് ഒരാളെ അറിയില്ല, എനിക്ക് ആകെ അറിയുന്നൊരു ഫാമിലിയാണ്. ജയ അങ്കിളും അവരെ വൈഫും പറഞ്ഞത് അത്രയും സപ്പോർട്ടീവാണ്. ഇവർ റൂമിൽ സാധനങ്ങൾ വെച്ചിട്ട് खाना भी इधर ही खाएंगे. ടീക്ക് ഭക്ഷണം കൂടി എനിക്ക് തരുന്ന കേട്ടോ പറയുന്നത്. എന്തായാലും നമ്മൾ ഈ ബാഗിൽ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് 4 ബാഗും ടെൻറ്റും ആയിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത്. എന്നിട്ട് മാറ്റിയെടുത്തിട്ട് ഇങ്ങോട്ടേക്കൊന്ന് എനിക്ക് വരണം. अंकल जी नमस्ते. नमस्ते. आपका नाम बोलिए. गौरख. ठीक है, धन्यवाद. ഞാൻ എൻ്റെ സാധനം വെച്ച മുറി എന്ന് പറഞ്ഞ് ഈ കാണുന്ന മുറിയിലാണ്. ഇതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, ഇതാണ് ഇവരെ വീട്. പെട്രോൾ പമ്പിലാണ് ഇവിടുത്തെ അങ്കിൾ വർക്ക് ചെയ്യുന്നത്. ഇവരെ അങ്കിളിൻ്റെ വൈഫാണ് ഞാൻ പറഞ്ഞ സംഗീത ദീദി. പുള്ളിക്കാരി എന്താണ് സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. ഈ സ്ഥലമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഒരിക്കൽ ഒരു ലംബി താൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? ആ ലംബി താളിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയ അങ്കിളാണിത്. ഈ കാണുന്ന ഒരു ഇത് കണ്ടു, ഇതിന് തൊട്ടപ്പുറത്താണ് ആ ഒരു താള് വരുന്നത്, ഒരു ചെറിയൊരു തടാകം പോലത്തത്. ഇതാണ് നാഷണൽ ഹൈവേ ആണ്. ഈ നേരെ പോയ ഡാർച്ചുളയാണ്. ഇവിടെ ഒരു എന്താണ് സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ നിന്നാണ് കാഠ്മണ്ഡു, പൊക്ര ഇല്ലെങ്കിൽ മേനഗർ അങ്ങനെ പോകേണ്ട റോഡൊക്കെ വരുന്നത്. എന്തായാലും നേപ്പാളിൽ വന്നിട്ട് എനിക്കറിയാത്തൊരു സ്ഥലം, ആ സ്ഥലത്ത് വന്നിട്ട് എനിക്കൊരു വീടിൽ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ക്യാ ബേട്ടാ ഹൈ? आपका बेटा का बेटा है? हाँ संगीता दीदी का लड़की. अच्छा, जय अंकल का बेटा है. बेटा कितना पढ़ता है? पढ़ता कितना है? 4. नाम आपका नाम? കബ്യ കടായി. ഓക്കെ, നമ്മളെ ജയാങ്കിളിൽ ഇപ്പം ഞാൻ കാണിച്ച ജയാങ്കിളിൻ്റെ മോളാണ്. ദോ ബേട്ടെ मेरा है ना जयंगल का? हाँ 2. एक लड़की एक लड़का. ठीक है. लड़का छोटू. എന്തായാലും നല്ല അടിപൊളി ഫാമിലി കേട്ടോ. ഇവിടെ കണ്ടു, ഇവിടെ ഒരു വലിയ കുടുംബം തന്നെ താമസിക്കുന്നുണ്ട്. ഇത് ടോട്ടലി റെൻ്റാണെന്ന് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെയുള്ളത് നേപ്പാളിലെ മലയാളിയാണ്. ഞാൻ നേപ്പാളിൽ വന്നിട്ട് ആദ്യം കണ്ട ഒരു മലയാളിയാണ്. സംഗീത ദീദി, ഞാൻ ഏച്ചിന്ന് വിളിക്കണോ ദീദിന്ന് വിളിക്കണോ? ഓക്കെ, എന്തെങ്കിലും പറ, നമ്മളെ വ്ളോഗിൽ എന്തെങ്കിലും പറയൂ.
ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചത് എങ്ങനെയാ വീഡിയോസൊക്കെ എന്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് ഇഷ്ടപ്പെട്ടു. ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് 1,00,000 ആൾക്കാർ കണ്ടു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള കണ്ടന്റ് കൊണ്ടുവരുന്ന ആൾക്കാർ പറഞ്ഞത്. നേപ്പാളിലെ വ്യൂ എല്ലാം കാണുക. അതിനെക്കുറിച്ച് എന്ത് പറയാനേ. എവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത്, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ ഇവിടെ ലോട്ടസായി ഇംഗ്ലീഷ് സെക്കൻഡറി എന്ന് പറഞ്ഞ സ്കൂളിലാണ് ടീച്ചിങ് ചെയ്യുന്നത്. അവിടെ ഞാനിപ്പോൾ വന്നത് ഇവിടെ. സുഹൃത്തുക്കളെ, അതായത് സംഗീത ദീദിൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ ബാഗ് വെച്ചിട്ടുള്ളത്. ഈ റൂം കണ്ടോ? ഈ റൂമിനുള്ളിലാണ് എൻ്റെ സാധനങ്ങൾ മൊത്തം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ ഭാഗ്യം കേട്ടോ. നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെ അറിയ പോലും ഇല്ല. അപ്പം പെട്ടെന്ന് സഡൻലി മീറ്റ് ചെയ്ത ഒരാളാണ്, അങ്ങനെ പരിചയപ്പെട്ടതാണ്. നമുക്ക് വീട് കാണാൻ പറ്റുമോ? കാണിച്ചല്ലോ, വീട് കാണിച്ചല്ലോ. ഇതെന്താ, പശുവിൻ്റെ ആലയാണോ? മാഡത്തിൻ്റെ എന്താണോ? എരുമേൻ്റെ ആല. ഓ, ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നല്ലോ ബാക്ക് ഭാഗത്ത്. ഇത് മൊത്തം ആലയാണോ? ഇത് ഞങ്ങളുടെ അടുക്കളയെന്ന് പറയാം. എന്ന് വെച്ചാൽ തീയിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മളവിടെ എങ്ങനെ അടുക്കള എന്നാ പറയാ? അടുക്കളയിൽ ഇത് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഗ്യാസിലല്ല, ഞങ്ങൾ ഇപ്പം എന്താ പറയുന്നത്, വിറക് കത്തിക്കിട്ട് വിറക് വെച്ച് അടുപ്പിൽ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ ഞങ്ങൾ ചോറും കറിയും ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വീട്ടിലുണ്ടാക്കി ഇവിടെ മൊത്തം കറക്കും. അതുകൊണ്ട് വീട് അകത്തുണ്ടാകാറില്ല, വെളിയിലായിട്ട്. അടുക്കള പുറത്താണ്. പുറത്തായിട്ടുണ്ട്. അത് നമ്മളെ നാടുകളിൽ പണ്ടത്തെ വീട് ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറില്ല അടുക്കള പോലെ, അതേപോലെയാണ്. എന്തായാലും ഇതൊക്കെ അറിയാൻ കഴിഞ്ഞ തന്നെ വലിയൊരു കാര്യം കേട്ടോ. അവർ പറഞ്ഞ കേട്ടില്ലേ, വീടിൻ്റെ അകത്തുനിന്നാക്കിയാൽ കരിയും കാര്യങ്ങളാകും. കരിയാവുന്നതുകൊണ്ടാണോ? കരിയാകുന്നതുകൊണ്ട്. ഓക്കെ, തീർച്ചയായും നമ്മുടെ നാട്ടിലും അത് സംഭവം ഉണ്ട്. ഇപ്പോൾ അടുക്കള വേറെ ആക്കുന്നത്. ഗ്യാസില്ലാത്ത വീടുകളിൽ വിറകടുപ്പ് പുറത്തുനിന്നാണ് വെക്കുക. ഇതാണ് കേട്ടോ ഇവരെ വിറകടുപ്പ്. ഇവിടെ എരുമയാണ് കണ്ടോ, വലിയൊരു എരുമ തന്നെയുണ്ട്. എരുമയും മൊത്തം എരുമയാണോ? ഞാൻ ഓൾറെഡി കൊണ്ടുവന്നതാണ്. സംഗീത ദീദീൻ്റെ ഹസ്ബൻഡിൻ്റെ പെട്രോൾ പമ്പാണ്, അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മളോട് നല്ലപോലെ കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവിടെ താമസിക്കാൻ ഇടം തന്നു. ഇവിടെ നിൽക്ക്, ചായ ഒക്കെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണ്. രാത്രി ആയാലും അവർ വീട്ടിലേക്ക് പോകണം, വീട്ടിൽ നിന്നും ചായ തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചായയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ. എന്നിട്ടാണ് എനിക്ക് രാവിലെ ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി. ഒരു ബാഗിന് ചെറിയ പണി കിട്ടിയതുകൊണ്ടാണ്. കാരണം മുന്നോട്ട് പോകുന്ന വലിയ മൗണ്ടൻസ് ഏരിയകളിലാണ്, അവിടെ പോയ ബാഗൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ വാറൻ്റി ഉള്ള സമയത്ത് അത് മാറ്റിയെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അങ്കിൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, കുട്ടപ്പനായി ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ചേട്ടൻ. പേരെന്താ? മലയാളം അറിയോ? രാത്രി കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഫാമിലിയിൽ എത്തിപ്പെടുന്നത്. എന്തല്ലേ, ഫുള്ള് ഒച്ചപ്പാടാണ്. കുട്ടികളൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇത് സംഗീത ദീദിൻ്റെ മോനാണ് കേട്ടോ. അത് അവരെ അനിയൻ്റെ മോനാണ്. ഇത് ഇവരെ ഫാമിലി കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വലിയൊരു ഫാമിലിയിൽ വരുന്നത്. മൊത്തം ഒച്ചപ്പാടും സൗണ്ടൊക്കെയാണ്. ഇത് ഇവരെ വീടിൻ്റെ ഉള്ളു ഭാഗം കേട്ടോ. ഹായ്. ഇതിവരെ ഫാമിലിയാണ് മൊത്തം. സംഗീത ദീദീൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഇന്ന് 12ാം വയസ്സ് പിറന്നാൾ സ്റ്റാർട്ട് ചെയ്യുമ്പം കേക്ക് കട്ട് ചെയ്യുന്നതാണ്. കേക്കിൻ്റെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സംഗീത ദീദീൻ്റെ ഏട്ടൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണ്. ടീക്ക്. കേക്ക് മുറിക്കലായോ? ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറയുന്നില്ല ആരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കേക്ക് മുറിക്കും ഇപ്പം. ഇത് കുറിയാണോ? കുറിയാണ്. ഓക്കെ, കേക്കാന്ന് വിചാരിച്ചേ. ഇത് പൊട്ടാണല്ലേ? ഓക്കെ, കുട്ടിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പൊട്ട്. 12 വയസ്സല്ലേ? ഇത് രണ്ടുമാണ് ഹസ്ബൻഡിന്റെ മക്കള്. അപ്പൊ ഈ കുട്ടിയോ? അനിയന്റെ മോനാണ്. ഓക്കെ, 3 ആൾക്കാരാണ്.
मोरेंडे चलो आएंगे ब्राइटनेस കേക്ക് കട്ട് ചെയ്തേനോ? ആ കട്ട് ചെയ്ത് ഇതുകൊണ്ടോ മുഖത്തൊക്കെ വാരി തേച്ചിട്ടുണ്ട്. ഹായ് ഹായ് പോലെയാ. എന്തായാലും നമുക്കൊരു വലിയ ഭാഗ്യമാണ് അല്ലേ ദീദി, നേപ്പാളിൽ വന്നിട്ട് മലയാളം അറിയുന്ന ഒരാൾ, അവരെ ഭർത്താവ്, കുട്ടികൾ, ഭർത്താവിൻ്റെ അനിയൻ, അവരെ കുട്ടികൾ, ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലല്ലോ. ഞങ്ങളുടെ ഇവിടെ ജോയിന്റ് ഫാമിലിയിലാണ്. ഓക്കെ, ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലിയിൽ ഞങ്ങൾ 14 പേരുണ്ട്. ഹസ്ബൻഡും ഹസ്ബൻഡ്, ചേട്ടൻ, അനിയൻ, അനിയന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ, അമ്മ, അച്ഛൻ, പിള്ളേര് എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് 14 ഫാമിലി. 14 മെമ്പേഴ്സ് ഉണ്ട്. അമ്മ 14 മെമ്പേഴ്സ്, ജോയിന്റ് ഫാമിലി. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഞാനിപ്പോൾ നേപ്പാളിലാണ് ഉള്ളത്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആ ഒരു ഏച്ചി എത്ര വൃത്തിക്കാണ് മലയാളം സംസാരിക്കുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കണം. കുറേ കുട്ടികളുണ്ട് കേട്ടോ, ഇവരെല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ വേറൊരാൾ കൂടി ഉണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്ര ആളെ ഒന്ന് പറഞ്ഞു, ആരാണ് അനിയൻ, ഏട്ടൻ, അങ്ങനെ? ഹസ്ബൻഡിൻ്റെ ചേട്ടൻ. ഓക്കെ, ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫ്, ചേട്ടൻ്റെ വൈഫ്, ഭാര്യയാണ്. ഓക്കെ, ഇത് വരുന്നത് ഇത് ഹസ്ബൻഡിന്റെ ആങ്ങളുടെ ഭാര്യ, ആങ്ങളുടെ ഭാര്യ, അവരെ മക്കള് മക്കള് ഇത് ഈ ഒരു കുഞ്ഞിയാണല്ലേ? ഓ, ഇത് ഈ രണ്ടും ഈ ഒരു ഏച്ചിന്റെ മക്കളാണ്. ഓക്കെ, ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് ഇപ്പോൾ വെളിയിലാണ്. പുറത്താണ്. ഓക്കെ, ഇത് സംഗീത ദീദിന്റെ ഭർത്താവ് ജയാങ്കൾ അവിടെ ഉണ്ട്. ഈ കുഞ്ഞ് ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോൻ. സന്തോഷ്. അല്ലല്ല, ഹസ്ബൻഡിന്റെ ചേട്ടൻ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ദീദിന്റെ അനിയൻ എന്ന് പറഞ്ഞത് സന്തോഷ് ചേട്ടൻ. എന്റെ ചേട്ടൻ. ചേട്ടൻ. ഓക്കെ, ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, കാരണം നേപ്പാളിൽ വന്നിട്ട് എനിക്കറിയാത്ത മറ്റൊരു ഫാമിലിയുടെ കൂടെ കയറി ഞാൻ എൻജോയ് ചെയ്യുവാണ്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്ന ഒരാൾ കൂടെ ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഇവരെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു മോക്ക് 12 വയസ്സായിരിക്കുവാണ്. ഹാപ്പി, വെരി ഹാപ്പി. മലയാളം മാലു മലയാളം നെയ് ഏച്ചിക്ക് മാത്രമേ അറിയൂടാ മലയാളം. ഓക്കെ, ഇതാണ് ജയ അങ്കിള്. എനിക്ക് ഇപ്പം ഇവിടെ സംഗീത രീതി ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഇത്തിരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിന്റെ മെയിൻ റീസൺ മലയാളം അറിയുന്ന ഒരാൾ കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ. പാവം മോള് കേട്ടോ. ജയങ്കിൾ ഹാപ്പി. എല്ലാവരും ഇവിടെ കുറി തൊട്ടിട്ടുണ്ട് കേട്ടോ, ഇവരെ നെറ്റിയിൽ നോക്കിയാൽ മനസ്സിലാവും. ഹായ് ഹായ്. എന്താല്ലേ ചെറിയ കുട്ടി കേട്ടോ, ഓടി കളിക്കുവാണ്. നേപ്പാളിലെ ഫുഡ് എനിക്ക് തന്നതാണ്. ദീദി ഒന്ന് പറഞ്ഞോ, മലയാളത്തിൽ പറഞ്ഞോ. ഇത് മീറ്റ്. മീറ്റ് പറഞ്ഞോ, ഏതാണ് വരുന്നത്? ഇത് മീറ്റാണ്, ചിക്കനാണ്. ചിക്കൻ. ഓക്കെ, ഇതാണ് ഇവിടത്തെ എന്താ പറയുന്നത്, ഇവിടത്തെ അച്ചാറിനാ ഇവിടെ പറയാറുള്ളത്. ഇതാണോ നമ്മളെന്താ കദ്ദു ആണോ? കദ്ദു അല്ല, ഇത് എന്താ പൊട്ടറ്റോ, ക്യാബേജ്, റാഡിഷ്, ഓണിയൻ, ഇതൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു കറിയാണ്, ഡിഷാണ്. ഡിഷ് എന്ന് പറയാ, ഇവിടെ അച്ചാറിനാ പറയാ. ഇതെന്താ ഈ കളർ ചോറിന്? ഇത് മഞ്ഞളാണോ? മഞ്ഞളിട്ട് ഉണ്ടാക്കിയതുണ്ട്. നമ്മുടെ നാട്ടിൽ ബിരിയാണി ഒക്കെ ഇടുന്ന പോലെ ആക്കുന്നതാണോ? ഓക്കെ, എന്തായാലും നമുക്ക് ഭക്ഷണം ഇവർ വിളമ്പി തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു ദീദി. താങ്ക് യു അങ്കിൾ. സുഹൃത്തുക്കളെ, ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കൂടി കണ്ടോളൂ. പെട്രോൾ പമ്പിൻ്റെ താഴത്തെ കിച്ചണാണ്. ഇവിടെ ആരും ഇല്ല, ഇവിടെ ഒരു കട്ടിൽ അവൈലബിൾ ആണ്. കൂടാതെ എന്നെ കൂടി കാണിച്ചു തരാം. ഇന്ന് എന്തായാലും വളരെ ഹാപ്പിയാണ്, കാരണം ഒരു മലയാളം അറിയുന്ന ഒരു ഏച്ചിയും അവരുടെ ഭർത്താവും അവരുടെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ കുട്ടികളും അമ്മമാരും മുത്തച്ഛനും എല്ലാവരും കൂടി ഞാൻ എൻജോയ് ചെയ്തു. കേക്ക് കിട്ടി, നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. സംഗീത ദീദി കേരളത്തിലുള്ള ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ കിട്ടി. അവരുടെ ഭർത്താവും എല്ലാവരും കൂടി അടിപൊളിയാണ്. ഇപ്പോഴും നിൽക്കുന്നുണ്ടോ, കാറ്റിലൊന്നുമല്ല, ടെൻറ്റിലും അല്ല, നല്ല സ്വസ്ഥമായ ഇടമാണ്, ശാന്തമാണ്. കുടിക്കാൻ ചൂടുവെള്ളം വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിവേ, ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ലോറിയിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങി. അത് മുതൽ ഞാൻ ഉറങ്ങുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ക്യാമറ ക്ലിയർ ആവുന്നത് വരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ. തൽക്കാലം മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷം. തൽക്കാലം പോവുകയാണ്. ഗുഡ് ബൈ.